പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാലിമി. ഞാനിപ്പോൾ ഇരിക്കുന്നത് അയ്യപ്പൻകാവിലാണ്, എറണാകുളം ജില്ലയിൽ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ചിത്ര ചേച്ചിയുടെ വീട്ടിലാണ്. സോ ചിത്ര ചേച്ചി, വെൽക്കം ടു ദ ഷോ വൺസ് അഗൈൻ. അപ്പോൾ എന്തായാലും നിങ്ങളെയൊക്കെ ഞാനൊന്ന് പരിചയപ്പെടട്ടെ. ഇവിടുന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചേച്ചി, എൻ്റെ പേര് ചിത്ര, ഞാൻ ഹൗസ് വൈഫാണ്. ചേച്ചിയുടെ സ്ഥലം ഇവിടെ തന്നെ, എറണാകുളം തന്നെ? എറണാകുളം തന്നെയാണ് ജനിച്ചു വളർന്നൊക്കെ. ഓക്കെ. പേര് പറ. ബെന്ന. ബെന്ന ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏത് സ്റ്റാൻഡേർഡിലാണ്? LKG. 5. 5ാം ക്ലാസ്സിലാണോ? LKG-ലാന്ന് പറ. LKG-ലാണല്ലേ? ഓക്കെ. മോന്റെ പേര് പറ. മോളുടെ പേര് പറ. ബെനീറ്റ. ബെനീറ്റ എന്താ ചെയ്യുന്നത്? ഓ, ബിടെക് എഞ്ചിനീയറിംഗ്. എഞ്ചിനീയർ ഫ്യൂച്ചർ എഞ്ചിനീയർ ആവാനായിട്ടാണല്ലേ? ചേട്ടാ, വെൽക്കം ടു ദ ഷോ. ബെന്നി. ഞാൻ ജനിച്ച കുന്നോണം പഴിഞ്ഞ സ്ഥലത്ത്, തൃശ്ശൂർ. ഇവിടെ വന്നിട്ട് 92 വന്നതാണ്. ഈ കട ശമ്പളത്തിൽ നിൽക്കാണ്ട് വന്നതാണ്. ഇപ്പൊ സ്വന്തമായിട്ട് ഒരു ബെനിറ്റ കൊറിയസ് എന്ന പ്രൈവറ്റ് ഒരു കമ്പനിയുടെ പേരിലാണ് ഞാൻ സ്വന്തമായിട്ട് ചെയ്യണം, കോർപ്പറേറ്റ് ആയിട്ട്. ഓക്കെ. ബിസിനസ് ആണ് അപ്പൊ അല്ലേ? ബിസിനസ് അല്ല, ചിട്ടി ഫിനാൻസ് ആണല്ലേ? ഓക്കെ. ഈ ഫാമിലിയുടെ കാര്യം നമുക്ക് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ്, ഈസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡ്, നമ്മൾ ഡെന്നി ചേട്ടന്റെ വീട്ടിലായിരുന്നു സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡെന്നി ചേട്ടന്റെ ബ്രദറാണ് ഈ ഇരിക്കുന്ന ബെന്നി ചേട്ടൻ. ഓക്കെ. അപ്പോൾ ഈസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ. എന്താ പറഞ്ഞത് ഞങ്ങൾ വന്നതിനെ കുറിച്ച് ഡെന്നി ചേട്ടൻ? ആണോ? എന്നാലും അഭിപ്രായത്തിനൊരു പ്രശ്നം, മുഖത്ത് നല്ലതെന്ന് പറഞ്ഞിട്ട് മുഖത്തൊരു നല്ല ഭാവം ഇല്ലല്ലോ. ശരിക്കും നല്ലതായിരുന്നോ പറഞ്ഞത്? ആണ്. പുള്ളിക്ക് നല്ല പണിയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, ടാസ്ക് ഒക്കെ കൊടുത്ത്. ചേച്ചി ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ഞങ്ങൾ ചെന്ന് പണി എടുപ്പിച്ച് എന്തായാലും അതൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിത്ര ചേച്ചി കണ്ടായിരുന്നു. അത് കണ്ടപ്പോഴാണ് എനിക്കും ഒരു എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് തോന്നിയത്. അങ്ങനെയാണ് ചിത്ര ചേച്ചി നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത്. അത് കണ്ടിട്ടാണ് ചേച്ചി നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ടാസ്കിലേക്ക് കിടക്കാം. ചേച്ചി, ചേട്ടനല്ലേ ഇന്നത്തെ നമ്മുടെ ഇര? ചേട്ടനെ വേണോ? ചേച്ചി എന്താ പ്ലാൻ ചെയ്യുന്നോ ഞങ്ങൾ അതിന്റെ കൂടെ കട്ടയ്ക്ക് പിടിക്കും. ചേട്ടന് അത്യാവശ്യം പണിയൊക്കെ കൊടുക്കാറുണ്ട്, ഹെൽപ്പ് ചെയ്യാറുണ്ട്. ചേച്ചി പണി കൊടുക്കാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനത്തെ പണിയാ ചേച്ചി? വീട്ടിലെ പണി. വീട്ടിലെ പണി, അല്ലാത്ത പണിയല്ല. ഓക്കെ. ഇപ്പൊ പണിയെടുക്കാത്ത രണ്ടുപേരും ഇവിടെ എന്റെ അടുത്തുണ്ട്. അവർക്കൊരു പണി കൊടുത്താലോ എന്നാണ് ഇപ്പൊ ആലോചിക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മുടെ ഫൺ ഫാലിമിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും നമ്മൾ വീട്ടിൽ വന്നിട്ട് വീട്ടിലെ മക്കളെ രണ്ടുപേരെയും കൂടെ പൊക്കി അവർക്ക് രണ്ടും പണി കൊടുക്കാൻ പോകുന്നത്. അതെന്താ ചേച്ചി, ചേട്ടനെ നമ്മളങ്ങോട്ട് ഒഴിവാക്കിയേ? ചേട്ടന് അത്യാവശ്യം പണിയുണ്ടല്ലോ. അങ്ങനെ ഇവിടെ ചെയ്യാതിരിക്കുന്ന രണ്ടുപേരുണ്ട്. ആണോ? ഒരു പണി കൊടുത്താൽ നല്ലതായിരിക്കും. ആണോ? ഒന്നും ചെയ്യത്തില്ല. മോൾക്ക് ഒത്തിരി പഠിക്കാനില്ലേ ചേച്ചി? അതുകൊണ്ടായിരിക്കും. ഞാനും ഇതൊക്കെയാ വീട്ടിൽ പറയുന്നത്. ഒത്തിരി പഠിക്കാനൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. ഇവന് ഇനി 10th സീരിയസ് ആയിട്ട് പഠിക്കണം. അപ്പൊ അതിന്റെ അപ്പൊ നിങ്ങൾ ഒന്നും ചെയ്യാറില്ല? എന്തെങ്കിലുമൊക്കെ അമ്മേ പറ, ചേച്ചി പറ. എന്തെങ്കിലും ഒന്നും ചെയ്യാറില്ല. ഒന്നും അറിയില്ല. എനിക്ക് പണി തന്നുകൊണ്ടിരിക്കുന്നതാണ് രണ്ടുപേരുടെ പണി. ഓക്കെ. അപ്പം നിങ്ങൾക്കൊരു ടാസ്ക് തന്നാൽ എന്ത് കൊടുക്കും അവർക്ക്? അവർക്ക് ആദ്യത്തെ പടി എപ്പോഴും ഒരു ചായ വെക്കലാണല്ലോ. അത് കൊടുക്കാം. ചായ വെക്കാൻ ഈ കൂട്ടത്തിൽ മറ്റേ പഞ്ചാബി ഹൗസിൽ ചോദിക്കുന്ന പോലെ ഈ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് ചായ ഉണ്ടാക്കുന്ന ആരാ? ആരാ? ചേച്ചി. അപ്പൊ നിനക്ക് ചായ ഉണ്ടാക്കി പഠിക്കണ്ടേ? അപ്പൊ നീ ഉണ്ടാക്കിയാൽ മതി ചായ. ഓക്കെ. ചേച്ചിക്ക് ചായ ഉണ്ടാക്കാൻ അറിയാലോ, അപ്പൊ നീ ചായ ഉണ്ടാക്കി പഠിക്കേ. ഓക്കെ. പിന്നെന്താ, ചായ മാത്രം മതിയോ? ചായ പിന്നെ ഇവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം നൂഡിൽസ് ആണ്. അപ്പൊ പിന്നെ വേണമെങ്കിൽ അതൊരു പണിയായിട്ട് കൊടുക്കാം. അതും കൊടുക്കാം. എങ്ങനെ? മറ്റേ മിക്സ്ചറിനകത്തുള്ള പാക്കറ്റിനകത്തുനിന്ന് തട്ടിയിട്ടുണ്ടാക്കിയാ പോരെ? മതി. അത്രയും ചെയ്താൽ മതി. അത് മറ്റേ ആ പാക്കറ്റിനകത്ത് എഴുതിയിട്ടുണ്ടോ എങ്ങനെ ഉണ്ടാക്കുന്നത്? അത് നോക്കിയിട്ട് വേണം ചെയ്യാം. ഓക്കെ. അപ്പൊ റെഡി അല്ലേ? നമുക്ക് പോയാലോ? അപ്പൊ എന്തൊക്കെയാ? ചായയും നൂഡിൽസ്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. ആര് ചായ ഉണ്ടാക്കണം, ആര് നൂഡിൽസ് ഉണ്ടാക്കണം എന്നൊക്കെ? അല്ല, ഒന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിൽ അമ്മയുടെ ഒന്ന് ചോദിച്ചിട്ട് പോകും. ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നൊക്കെ അറിയണോ? ഒന്ന് പറഞ്ഞു കൊടുക്കുക ചേച്ചി, ലൈറ്റ് ആയിട്ട്. ഒരു ബൗൾ വെക്കുക, പാൻ വെക്കുക, എന്നിട്ട് അതിൽ വെള്ളം ഒഴിക്കുക ആവശ്യത്തിന്, പിന്നെ ചായപ്പൊടി ഇടുക, പിന്നെ പഞ്ചസാര ഇടുക. ബ്ലാക്ക് ടീ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ, മിൽക്ക് ടീ ആണെങ്കിൽ കുറച്ച് പാലും കൂടെ ആഡ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. നിനക്ക് എന്താ, മിൽക്ക് ടീ ഉണ്ടാക്കണോ ബ്ലാക്ക് ടീ ഉണ്ടാക്കണോ? അതൊക്കെ ചോയ്സ് എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കിക്കോ. അവിടെ ചെന്നിട്ട് നമുക്കൊരു ആംബിയൻസ് നോക്കിയിട്ട് തീരുമാനിക്കാം എന്തുണ്ടാക്കണോന്നല്ലേ. അപ്പൊ ചേച്ചി, ഞങ്ങൾ 3 പേരും കൂടെ പോട്ടെ? നിങ്ങൾ 2 പേരും കൂടി വിടിരിക്കും. നല്ല അടിപൊളി ചായയും നൂഡിൽസും കൊണ്ടുവരുമെന്ന് ഞാൻ പറഞ്ഞേക്കട്ടെ ഇപ്പൊ ഓൾറെഡി. പറയട്ടെ ധൈര്യമായിട്ട്. ചേട്ടൻ ചായയും ചേച്ചി നൂഡിൽസും ഉണ്ടാക്കാൻ പോവാ. മോക്ക് എന്താ വേണ്ടേ? ചായ വേണ്ട, നൂഡിൽസ് മതി. ഓക്കെ. ഈ കൂട്ടത്തിൽ ആരാ ഏറ്റവും മോളുമായിട്ട് കമ്പനി? ചേട്ടനാണോ ചേച്ചിയാണോ?
ഏട്ടൻ, ഓ നീ മയക്കി എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ. ഇവന്റെ ചിരി ഭയങ്കര നല്ല ചിരിയാ. ഇങ്ങനെ ചിരിച്ച് അട്രാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ചേട്ടൻ എന്താ ചേട്ടന് ഇഷ്ടം? ചേട്ടൻ വഴക്കൊന്നും പറയില്ല? ഉണ്ട്. ചേച്ചിയോ? ചേച്ചി വഴക്ക് പറയില്ല അല്ലേ? ഇല്ല. എന്നാലും ചേട്ടനെ ഞങ്ങൾക്ക് ഇഷ്ടം. അപ്പൊ ശരി, ഞങ്ങൾ 3 പേരും കൂടെ കിച്ചണിലേക്ക് പോയി ചായയും നൂഡിൽസും ഒക്കെ ഉണ്ടാക്കിയിട്ട് വരുന്നതായിരിക്കും. ബൈ ദ ടൈം ഇവര് 2 പേരും ഇവിടെ വെയിറ്റ് ചെയ്യട്ടെ. അപ്പൊ ഗൈസ് നമുക്ക് പോവാം. അങ്ങോട്ടല്ലേ പറഞ്ഞത്? വാ. എന്നെ നോക്കിക്കൊണ്ടിരിക്കണ്ട, എനിക്കിത് ഇവിടെ ഒരു പാർട്ടും ഇല്ല. നിങ്ങളെ ഉണ്ടാക്കാൻ ഞാൻ കൈ കെട്ടി നോക്കിയിരിക്കും. ആദ്യം എന്താ ചെയ്യാൻ വന്ന? നൂഡിൽസ് ഉണ്ടാക്കാണോ? ആ ഓക്കെ, പേടിക്കണ്ട, വേഗം തന്നെ ആവട്ടെ. എടുത്തോണ്ട് അല്ല, ഒരു സെക്കൻഡ്, മോൾ ഇവിടെ വന്ന് നിന്നേ. ഇപ്പൊ എടുത്തു. എവിടെ ഇരിക്കുന്നതെന്നൊക്കെ അറിയാറുന്നല്ലേ. അടുത്ത പരിപാടി എന്താ ഇനി? ഗ്യാസ് ഓൺ ആക്കണ്ടായോ? ആ ഇല്ല, എനിക്കറിയത്തില്ല. ചെയ്തോളൂ ചെയ്തോളൂ, നിങ്ങളുടെ ഇഷ്ടം. നീ എന്താ അടുത്ത പരിപാടി? മുട്ട വേണം. അറിയോ എവിടാന്ന്? ആ എടുത്തിട്ടോ. രണ്ടെണ്ണം. അവൾ ആ ബോക്സ് അതുപോലെ എടുത്തു. നീ എത്ര എണ്ണമാന്ന് വെച്ചാൽ അതിനകത്തുനിന്ന് എടുത്തു. ബെനീറ്റയ്ക്ക് അറിയാമോ നൂഡിൽസ് ഉണ്ടാക്കാൻ? ആ, ഇവ അവിടെ നിന്ന് തള്ളുന്നുണ്ടായിരുന്നു ഇവൻ ഉണ്ടാക്കാൻ. എങ്കിൽ നീ ഉണ്ടാക്കാൻ ഇങ്ങോട്ട് തള്ളിയിട്ട് ആണോ ചായക്കകത്ത് പിടിക്കാന്നല്ലേ? ഇതെടുത്ത് ആ ടേബിളിൽ വെച്ചോയെങ്കിൽ. ഒരു സെക്കൻഡ് നോക്കട്ടെ, ഞാനൊന്ന് ഇൻസ്പെക്ട് ചെയ്യട്ടെ. കുഴപ്പമില്ല, ദാ ഗൈസ് നോക്കിക്കോളൂ. ഇനി ഇത് കഴിക്കുമ്പം എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം. തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതാരാ? അടുത്ത പണി ആരാ ചെയ്യുക? ആ ഉണ്ടാക്കിക്കോ. പറ, ഓർഡർ ഇട്ടോ. ഇപ്പൊ എടുത്തിട്ട് വേടാ, പാത്രം എടുത്തിട്ട് വാ എന്ന് പറ. ഇതെവിടെയാ വെക്കിയാന്ന് പാത്രം പിടിച്ചിട്ട്? ഗ്ലാസ് തപ്പണ്ടേ? ഇവിടെ വന്നിരിക്കും. ഇനി അവനെ ഹെൽപ്പ് ചെയ്യരുത്. നമുക്ക് നേരത്തെ കിട്ടിയത് നമുക്ക് തിരിച്ചു കൊടുക്കണം. ഓക്കെ, ഗ്ലാസ് കണ്ടുപിടിക്കും. കണ്ണൊന്നും കാണാൻ വയ്യ. ഫോണെ ഫ്രണ്ട് പോലെ വിളിച്ചു വെക്കണം ആരോടെങ്കിലും. 2 ഗ്ലാസ് വെള്ളം. സോ എന്താ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ടീ? ഗ്രീൻ ടീ ആണോ, ബ്ലാക്ക് ടീ ആണോ, മിൽക്ക് ടീ ആണോ? ബ്ലാക്ക് ടീ. കൂടുതൽ പരിപാടികളിലേക്ക് പോകണ്ടല്ലേ, ചെറുതായിട്ട് അങ്ങ് അവസാനിപ്പിക്കാം. തിളച്ചു നോക്കടാ. തിളച്ചു. ആദ്യം എന്താ ചെയ്യാ? ആദ്യം എന്താ നമ്മൾ ഇടുക? ആദ്യം പഞ്ചസാര അല്ലേ ഇടുക? ആദ്യം പഞ്ചസാര ആണോ? ഓ, അമ്മ പറഞ്ഞ പോലെ ചെയ്തോ എങ്കിൽ. ഞാൻ ആദ്യം പഞ്ചസാര ആയിരുന്നു കേട്ടോ ഗൈസ് ഇടാറ്. പഞ്ചസാര എത്ര എണ്ണം ഇടണം? അതെ, മധുരം ഇല്ലാന്ന് ആരും കംപ്ലൈന്റ് പറയും. ഓക്കെ, ഇത് തിളച്ചു വരുന്നു തോന്നുന്നു. നോക്ക്. എന്ത് തോന്നുന്നു?
തോന്നുന്നു ചായ തനിയെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞപ്പോൾ? ആ, സിമ്പിൾ ആണല്ലേ? ഓക്കെ. ഒരാൾ ചായ ആയിട്ട് മുമ്പേ അങ്ങോട്ട് നടക്കുക, പുറകെ നിന്ന് നൂഡിൽസ് എടുത്തോളൂ. നമുക്കപ്പോൾ ഡൈനിങ്ങിലേക്ക് പോയിട്ട് ഇത് രണ്ടും ചേച്ചിയും ചേട്ടനും വെയിറ്റ് ചെയ്യണം, അവർക്ക് കൊടുക്കാം. ഫസ്റ്റ്. ഓ, അവൻ വളരെ കോൺഫിഡൻറ്റ് അവൻ ഉണ്ടാക്കിയ ഡിഷിൽ. അപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഗൈസ്. സോ ഇവർ രണ്ടുപേരും നൂഡിൽസും നേരത്തെ പ്രോമിസ് ചെയ്തതുപോലെ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. മിൽക്ക് കോഫി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ല, എനിക്ക് തോന്നുന്നു പാല് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലായിരിക്കും. അതുകൊണ്ട് അവനതൊരു കട്ടൻ ചായയിലേക്ക് ഒതുക്കി. അപ്പോൾ ആദ്യം എന്താ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്? കട്ടൻ ചായ കുടിച്ചോ? കാരണമേ നടക്കാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു ഓരോന്ന് എടുത്തിട്ട് നടക്കുമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ണിക്കുട്ടൻ പറഞ്ഞു ഞാൻ ആദ്യം നടക്കുന്ന. അത്ര കോൺഫിഡൻ്റ് ആയിരുന്നു കട്ടൻ ചായയിൽ. അപ്പോൾ കട്ടൻ ചായ കുടിച്ചാലോ ചേട്ടാ? നമുക്ക് ആദ്യം കുടിക്കും, ടേസ്റ്റ് ചെയ്യും. കൊള്ളാം. ഇനി ഒരു ചായക്ക് പറയാലോ. കൊള്ളാവോ? ജയിച്ചു, നീ വിജയിച്ചടാ. ഇത് നമ്മുടെ വിജയം. ഇനി അടുത്തത് നമ്മളുടെ നൂഡിൽസ് കഴിക്കല്ലേ? മോളുണ്ടാക്കിയ നൂഡിൽസ്. കൊള്ളാവോ? എങ്ങനെയുണ്ട് ചിത്ര ചേച്ചി? കൊള്ളാം. കൊള്ളാം. ചേട്ടാ? കുഴപ്പമില്ല. കുഴപ്പമില്ലാന്നേ ഉള്ളോ? അടിപൊളിയാണ്. അടിപൊളി. ഞാൻ ഓ, അവിടെയും ടീമൊക്കെ മോളുണ്ടാക്കിയതല്ലേ? അങ്ങനെ ടീമൊക്കെ ഉണ്ടോ ഇവിടെ? ആണ്. ആരൊക്കെ, ഏതൊക്കെ ടീമാ ഇവിടെ? കൂടുതല് മൂത്ത ആളും അപ്പനും. ആ, ഒരു ടീം. ഒരു കട്ടയാണ് അവർ രണ്ടുപേരും. പിന്നെ ഞങ്ങള് 3 പേരും ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ. പക്ഷെ ആൾ സംഖ്യ കൂടുതൽ നിങ്ങളുടെ ടീമാണല്ലോ. അപ്പൊ നിങ്ങളുടെ ടീമാണോ സ്ട്രോങ്? പക്ഷെ ഞങ്ങളുടെ ടീമാണ് സ്ട്രോങ്. കരുത്തന്മാരൊക്കെ ഞങ്ങളുടെ കൂടെ തന്നെയാണ്. അത് കൊള്ളാം. പക്ഷെ ഉണ്ടല്ലോ, ഇവള് ഭയങ്കര പാവമായിട്ട് എനിക്ക് തോന്നി. കാരണം എന്താണെന്നറിയോ, ഇവള് മൂത്തതാന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് സ്വഭാവം കണ്ടിട്ട് എനിക്ക് ഇവനാണ് മൂത്തതെന്നാ തോന്നിയത്. ശരിക്കും പാവ. കിച്ചണിൽ നിൽക്കുമ്പോഴേ ഇവനിരുന്ന് ഓർഡർ ഇടുകയാണ് ഉണ്ണിക്കുട്ടൻ. അതെടുക്ക്, ഇതെടുക്ക്. കൊച്ചു പാവ ഓടിപ്പോയി അതെടുത്ത്, എന്നിട്ട് ഇതിങ്ങനാണോ അതങ്ങനാണോ എന്നൊക്കെ ചോദിച്ച് നിൽപ്പുണ്ടായിരുന്നു. ഭയങ്കര പാവ ഒരു കുട്ടി. അത് ഇവൻ അതിനും കൂടെ ചേർത്ത് അതിനെ കൊണ്ട് ഭരിക്കുന്നുണ്ട്. ശരിക്കും ഇവിടെ രക്ഷപ്പെട്ട ചേട്ടനാ അല്ലേ? ചേട്ടന് ഒന്നും കിട്ടിയില്ല. എന്തെങ്കിലും ഒരു പണി ചേട്ടനും കൂടെ കൊടുക്കായിരുന്നു കേട്ടോ ചേച്ചി. ഞങ്ങളെ വിളിച്ചു വരുത്തി. ഇനിയിപ്പോ അവര് കുക്ക് ചെയ്തത് അവിടെ ക്ലീൻ ചെയ്യണം ചേച്ചി. ചേച്ചിക്ക് ഗെയിമും അടുത്ത പണിയും, മൊത്തത്തിൽ പണി ചേച്ചിക്കാ. അപ്പൊ എന്തായാലും ചേച്ചി നമുക്ക് അടുത്ത ഗെയിം സെഷനിലേക്ക് മൂവ് ചെയ്യാം. അപ്പൊ ഗെയിമിന് പോകാൻ വേണ്ടി ഗെയിമിന്റെ പ്രോപ്പർട്ടീസ് വേണം. ഇനി ഞാനും ചിത്ര ചേച്ചിയും തമ്മിലുള്ള വാശിയേറിയ ഗെയിം സെഷനിലേക്കാണ് ഞങ്ങൾ കടക്കാൻ പോകുന്നത്. ചേച്ചി റെഡി അല്ലേ? അപ്പോൾ ഗെയിം എന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇവിടെ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്, ആൻഡ് വേറൊരു ഗ്ലാസ്സിൽ നിറച്ച് പെൻസിലുമുണ്ട്. ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ എറിഞ്ഞിട്ട് തെറിച്ച് ഈ പെൻസിൽ ഇതിനകത്ത് വീഴണം. അതാണ് ഗെയിം. കറക്റ്റ് ഇത് എറിഞ്ഞ് ഇതിനകത്തേക്ക് വീഴ്ത്തുക എന്നുള്ളതാണ്. വീഴ്ത്തുന്നത് ഒരു പെൻസിൽ വീഴ്ത്തിയാൽ മതി. ഒരു പോയിന്റിലേ ഉള്ളൂ കളി, ഒരു പെൻസിൽ വീഴ്ത്തുക. അപ്പോൾ ഇതിനകത്തുനിന്ന് വിന്നറിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചേച്ചി കളിക്കുന്ന സമയത്ത് ഞാനിവിടെ ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ചേച്ചി എപ്പോഴാണോ ഒരു പെൻസിൽ അതിനകത്തേക്ക് ഇടുക ആ ടൈം എടുക്കുക. ആൻഡ് ഞാൻ കളിക്കുമ്പോൾ ആ ചേച്ചി ഇട്ട ടൈമിന് മുമ്പ് ഞാൻ ഫിനിഷ് ചെയ്താലാണ് ഞങ്ങളിൽ ആരാണ് വിന്നർ, അല്ലെങ്കിൽ മുമ്പ് ഞാൻ ഫിനിഷ് ചെയ്യുമ്പോഴാണ് ഞാൻ ജയിക്കുക. സോ മനസ്സിലായില്ലേ? ഗെയിം എക്സ്പ്ലെയിൻ ചെയ്തതൊക്കെ ക്ലിയർ ആയില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ സോ ആദ്യം ചേച്ചിയുടെ ടേൺ അല്ലേ? ചേച്ചി കളിക്കുകയല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ആദ്യം ചേച്ചിയുടെ ടേൺ ആണ്. ചേച്ചി, യു ഹാവ് ഡൺ ഇറ്റ്. 18 സെക്കൻഡ്. ദൈവമേ, എനിക്കറിയത്തില്ല, എനിക്കിതൊരു വല്ലാത്ത എതിരാളിയായി പോയി. അപ്പോൾ ഇനി അടുത്തത് എൻ്റെ ടേൺ ആണ്. ഞാനാണ് ഗെയിം കളിക്കാൻ പോകുന്നത്. സെക്കൻഡ് കഴിഞ്ഞു. ബസർ ഇവിടെ അടിച്ചു. സോ എനിക്ക് ആ ചേച്ചി ഫിനിഷ് ചെയ്തതിനകത്ത് എനിക്ക് പെൻസിൽ ഇതിനകത്തോട്ട് ഇടാൻ പറ്റിയില്ല. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ തോറ്റുപോയി. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ചേച്ചി ജയിച്ചിരിക്കുന്നു. അപ്പം നമ്മുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സമ്മാനം ചേച്ചിക്ക് കിട്ടുന്നതാണ്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ കുടുംബപരമായിട്ട് ഭയങ്കര സ്മാർട്ടാന്ന് തോന്നുന്നു. അവിടെ പോയപ്പോഴും എന്താ പറയുക, നമ്മൾ മറ്റേ ഡെന്നി ചേട്ടൻ്റെ വീട്ടിൽ പോയപ്പോഴും അവിടുന്ന് ചേച്ചി എന്നെ പൊട്ടിച്ചു, ഇവിടെ വന്നപ്പോഴും ചേച്ചി എന്നെ പൊട്ടിച്ചു. ഇനി ഈ ഫാമിലിയിലോട്ട് ഫൺ ഫാമിലിക്ക് നമ്മൾ പോകത്തില്ല കേട്ടോ. ഭയങ്കര സ്മാർട്ടാണല്ലോ എല്ലാവരും. നിങ്ങൾ വെൽ ട്രെയിൻഡ് ആണോ?
അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എനിവേസ് എന്തായാലും ചേച്ചി നമ്മുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സമ്മാനമാണ് ചേച്ചിക്കും ഫാമിലിക്കും തരാൻ പോകുന്നത്. സോ ഗിഫ്റ്റ് പറയുന്നതിന് മുമ്പ് നമുക്ക് ഫുൾ ഫാമിലി ഒന്ന് വിളിച്ചിട്ട് എല്ലാവരോടും കൂടെ ആയിട്ട് പറയാം അല്ലേ. ചിത്ര ചേച്ചി ആൻഡ് ഫുൾ ഫാമിലി ഇവിടെ പ്രസന്റ് ആയിരിക്കുകയാണ്. ചേട്ടാ ഗിഫ്റ്റ് അപ്പോൾ എന്താണെന്നറിയണ്ടേ? എന്തെങ്കിലും ഗസ് ഉണ്ടോ ഉണ്ണിക്കുട്ട? അത് ഇതിനകത്ത് കണ്ട് നമ്മുടെ സ്പോൺസറിന്റെ പേര് പറയുന്നുണ്ടല്ലോ, അപ്പൊ അറിയായിരിക്കല്ലോ. അതെന്തായാലും ഉണ്ട്. അതിന് മുമ്പ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സമ്മാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിഡൻ കഫേ ഇടപ്പള്ളി നൽകുന്ന നല്ല അടിപൊളി ഒരു ഡിന്നറാണ് നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങൾ ഓൾറെഡി എല്ലാവരും ഫുൾ ടൈം ട്രിപ്പും കറക്കവും ഒക്കെയാണ്. സ്റ്റിൽ ഞങ്ങളുടെ വക നിങ്ങൾക്ക് ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്, കുറച്ച് ഹാപ്പി മൊമെന്റ്സ് സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു ടൈമാണ്, ഒരു ഡിന്നറാണ്. റെഡി അല്ലേ ഡിന്നറിന് പോകാനായിട്ട്? സോ ഡിന്നറിന് നമുക്ക് പോവാം. അതിന് മുമ്പ് വേറെ കുറച്ച് ഗിഫ്റ്റും കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ചേച്ചി ഇൻ കേസ് തോറ്റു കഴിഞ്ഞാലും ചേച്ചി വിഷമിക്കേണ്ട, ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞില്ലേ. ഇതിപ്പോൾ ഞാനാ വിഷമിച്ചത്, ഞാനാ തോറ്റത്. അപ്പോൾ പോട്ടെ, എന്തായാലും എന്താ ഗിഫ്റ്റ്, സത്യത്തിൽ ഈ ഗിഫ്റ്റ് എനിക്കാ വേണ്ടത്, ഞാനല്ലേ ഗൈസ് തോറ്റത്. ഓക്കെ, അപ്പോൾ എന്തായാലും എന്താ വേറെ ഒരു സെറ്റ് ഓഫ് ഗിഫ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തരട്ടെ. മൈ ചോയ്സ് പുട്ട്, 4 ആൾ അറിയുന്ന പുട്ട്, ഇനി സ്പൈസസും. മൈ ചോയ്സിന്റെ നല്ല അടിപൊളി ഒരു സാധനം. മാമിയ വെൽനസ്, ചർമ്മ സംരക്ഷണത്തിന് ആയുർവേദ ചേരുവകൾ നൂതന സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുത്ത കോസ്മെറ്റിക് പ്രോഡക്ട്സ്. മാമിയ വെൽനസ്, ദ കംപ്ലീറ്റ് അക്വിസിഷൻ ഓഫ് ഹാപ്പിനെസ്. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ നാവിനും മനസ്സിനും രുചി പകരുന്ന ജനപ്രിയ സ്നാക്സ് ലാ ക്രിസ്പോ സ്നാക്സ് ഫ്രം ഹെബ്രോൺ ഗ്രൂപ്പ്. Wallstal consumers, do we shine, a complete solution for a healthier living. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കാർ കെയർ പ്രോഡക്റ്റ് ബ്രാൻഡായ ഡീപൂൾ അവതരിപ്പിക്കുന്ന കാർ കെയർ ആൻഡ് ഹോം കെയർ ക്ലീനിങ് കിറ്റ്. ഗിഫ്റ്റ് ആയിട്ടുള്ള ഡിന്നർ എൻജോയ് ചെയ്യുകയാണ് ചിത്ര ചേച്ചി ഫാമിലിയുടെ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഹിഡൻ കഫേയിലാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇടപ്പള്ളിയിലാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇടപ്പള്ളി വഴി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ചെക്ക് ദിസ് ഔട്ട്. നല്ല വൈബുള്ള നല്ല അടിപൊളി ഒരു കഫേയാണിത്. കുറേ ഗ്രീനറി ഒക്കെ മിക്സ് ചെയ്ത് കുറച്ച് ട്രഡീഷണൽ ആർട്ട് ഫോംസ് എന്തൊക്കെയൊക്കെയോ മിക്സ് ചെയ്തിട്ടൊരു പ്രത്യേക വൈബാണ് ഇവിടെ. അതിപ്പോൾ ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ആവില്ല. സോ നിങ്ങൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണിത്. ഇതിൻ്റെ ടൈമിംഗ് വരുന്നത് ആഫ്റ്റർനൂൺ 12 to നൈറ്റ് 12 വരെയാണ്. എനിവേസ് എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. സോ ഇതുപോലെയുള്ള ഹാപ്പി ഫൺ മൊമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്കും ലൈഫിൽ വേണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മളുടെ മെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസ് അയച്ചു തരിക. ഞങ്ങൾ അവിടെ വന്ന് നിങ്ങൾക്ക് പണിയും തന്ന് ചെറിയൊരു ഗെയിം സെഷനും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ബൈ ഫ്രം മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാമിലി.